ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവിക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ എക്സാമും നമുക്ക് കഴിഞ്ഞിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പബ്ലിക് എക്സാം ആണ്, അതിനെക്കാട്ട് വലിയൊരു കടമ്പയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു മോഡൽ എക്സാം ഒരു ഒന്നൊന്നര ടൈപ്പ് ആയിരുന്നു ഗൈസ്. കാരണം 2 എക്സാം ആയിരുന്നു നമുക്ക് ഒരു ദിവസം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും നേരെ പഠിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് സോഷ്യലി ഒന്നും പഠിക്കാതെയാണ് പോയിട്ടുള്ളത്. കാരണം സോഷ്യലി ഞാൻ ടെക്സ്റ്റ് ബുക്ക് പോലും തന്നിട്ടില്ല ഗൈസ്. ഞാൻ ബയോളജി കുറച്ച് വായിച്ചു, അത് വായിക്കുമ്പോൾ തന്നെ രാത്രിയായി. അതുകൊണ്ട് ഞാൻ ഉറങ്ങി, എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അത്രക്കും നമ്മുടെ കംപ്രസ്ഡ് ആയിപ്പോയി നമ്മൾ ആ ഒരു ടൈം ടേബിളിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ എല്ലാ എക്സാംസിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പം എല്ലാവർക്കും എക്സാംസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഞാൻ വോട്ടൊക്കെ ഇട്ടപ്പോഴെല്ലാം പല ആൾക്കാർക്കും പല റിവ്യൂ ആണ്. കെമിസ്ട്രി എല്ലാവർക്കും ടഫായി പോയി, പിന്നീട് കെമിസ്ട്രി ആണ് എല്ലാവർക്കും ടഫായെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പം വോട്ട് പ്രകാരം അപ്പോൾ നമ്മൾ 3K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ സെറ്റപ്പ് കുറച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിയൽ ലൈറ്റ് വെച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയി ഗൈസ്. എങ്ങനെയുണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ എക്സാംസിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ മലയാളം ഫസ്റ്റ് നമുക്ക് നടന്നത് മലയാളമായിരുന്നു. മലയാളത്തിൽ എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും തോന്നിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എനിക്ക് അത്യാവശ്യം ഞാൻ ടെക്സ്റ്റ് വായിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന് എഴുതാൻ പറ്റിയിരുന്നു. പക്ഷേ എനിക്ക് ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു പ്രശ്നം വന്നത്. കേരള വടവലിലാണെങ്കിൽ കേരള വടവലിൽ നമ്മൾ ഫസ്റ്റ് എഴുതിയ പരീക്ഷ ആയതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര പ്രശ്നമായി ഗൈസ്. പിന്നെ നമ്മുടെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാനേ പറ്റിയില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല മാർക്സ് തന്നെ കേരള വടവലിയിൽ പോയിട്ടുണ്ടാവും. ഒരു B+A ആ ഒരു രീതിയിലായിരിക്കും ഗ്രേഡ് വരിക. പിന്നീട് അടിസ്ഥാന വടവലി അത് അത്യാവശ്യം ഒരുവിധ നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എന്തായാലും അതിലൊരു A+A+ ആ ഒരു രീതിയിലായിരിക്കും മാർക്ക് ഉണ്ടാവുക. പിന്നീട് നമുക്ക് കടന്ന ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷിൽ നമുക്ക് ഒരു സീക്രട്ട് കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് മദർ ടു സണ്ണിലെ അപ്രിസിയേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അതായത് നമ്മൾ 10ാം ക്ലാസ് തുടങ്ങിയത് മുതൽ ഇതുവരെ എൻഡ് വരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ് കേസ്, എനിക്കൊരു ക്യൂരിയോസിറ്റി ഉളവാക്കി. ഞാൻ വിചാരിച്ച് മദർ ടു സൺ ആയിരിക്കും അപ്രിസിയേഷൻ വരിക എന്നാണ്. പക്ഷേ ഞാൻ മദർ ടു സൺ അപ്രിസിയേഷൻ പഠിച്ചിട്ടുമില്ല മോഡൽ എക്സാമിന് പോകുമ്പോൾ. അപ്പം എന്തായാലും നമുക്കൊന്ന് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിങ്ങനെ ആണ് അല്ലേ, ബാലഡ് ഓഫ് ഫാദർ ഗില്ലിങ്ങനെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതായിരുന്നു വന്നത്. അത് അത്യാവശ്യം നല്ലതായിട്ട് എഴുതി. ആൻഡ് ഇംഗ്ലീഷ് എനിക്ക് ഗ്രാമറിൽ കുറച്ച് പണി തന്നു കേസ്. കാരണം ആൻറ്റിജൻ റിപ്പോർട്ടർ സ്പീച്ചിൽ ആൻറ്റിജൻ മൈ ഡിയർ അങ്ങനെ കോമഡിറ്റ് ആഡ് ചെയ്തില്ലേ, അത് കുറച്ച് പണി തന്നു. അത് ചില ആൾക്കാരൊക്കെ അത് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫുള്ള് വെറൈറ്റി ആക്കി. ഞാൻ മൈ ഡിയർ എന്നുള്ള ഹർ ഡിയർ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷിൽ വലിയ പ്രതീക്ഷയില്ല. ഒരു A വരെ പോകും, A വരെ കിട്ടും, മാക്സിമം A കിട്ടുമായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് മാക്സിമം PYQs എനിക്ക് ചെയ്യണം ഇംഗ്ലീഷിൽ. ഗ്രാമേഴ്സിൻ്റെ കുറേ ചെയ്യാനുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നത് ഹിന്ദി ആയിരുന്നു. ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തതിൻ്റെ കുറവുണ്ടായിരുന്നു. കാരണം ഹിന്ദിയുടെ ഒക്കെ നടന്നത് ഇംഗ്ലീഷായിരുന്നു ഞാൻ മൊത്തം പഠിച്ചിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എനിക്ക് ടഫ് ആയി. ഹിന്ദി എനിക്ക് വളരെ ഈസി ആയി ഗൈസ്. ഹിന്ദി വളരെ എളുപ്പമായിരുന്നു. ഹിന്ദി ആ ടെക്സ്റ്റ് ബുക്ക് പോലും തുറക്കാതെയാണ് ഞാൻ ഹിന്ദി പരീക്ഷയ്ക്ക് പോയത്. കാരണം ടൈം കിട്ടിയില്ല. പിന്നീട് 3 ആശയം മാത്രമേ എഴുതാൻ പഠിച്ചത്. ഒന്ന് മറ്റേ ടൂട്ടാ പഹി, അങ്ങനെ 3 ആശയമായിരുന്നു ഞാൻ പഠിച്ചിട്ട് പോയത്. അപ്പോൾ അത് മാത്രം പഠിച്ചിട്ടാണ് ഹിന്ദിയിൽ എനിക്ക് ഈസി ആയത്. അപ്പോൾ എന്തായാലും ഒരു A+ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹിന്ദിയിൽ. പിന്നീട് ഹിന്ദി എനിക്ക് കുറച്ച് ടെക്സ്റ്റ് എല്ലാം കൂടി വായിക്കേണ്ടതുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ മോഡൽ എക്സാംസിൻ്റെ മാർക്സ് കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റഡി വ്ളോഗ് ആയിരിക്കും നമ്മൾ മുമ്പിട്ടത്. ഇനി സ്റ്റഡി വ്ളോഗ്സ് സമയം ഉണ്ടാവില്ല, സ്റ്റഡി വ്ളോഗ്സ് വരില്ല. അപ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് തരുന്നുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വോയിസിൽ ചെറിയ പ്രശ്നമുണ്ടാകും ഗൈസ്. കാരണം മൈക്ക് ഞാൻ കുത്തിയിട്ടില്ല, മൈക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്. എന്തായാലും നമ്മളത് ലെവലപ്പ് ചെയ്യുന്നതായിരിക്കും, സെറ്റാക്കാം നമുക്ക്. പിന്നീട് നടന്നത് ഫിസിക്സ് ആണ് ഗൈസ്. ഫിസിക്സ് എനിക്ക് വളരെ എളുപ്പമായി തോന്നി. അതുകൊണ്ട് തന്നെ ഏകദേശം ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഗൈസ് ഫിസിക്സിൽ വന്നത്. നമ്മളെ സൈലത്തിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ സൈലത്തിന് മാത്രമല്ല പറയുന്നത്, എല്ലാവർക്കും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വന്നത്. എന്തായാലും നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം ലെവലിലെ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം ഇനി അടുത്ത പബ്ലിക് എക്സാമിന് വേണ്ടി മാക്സിമം നമ്പർ ഓഫ് PYQ സോൾവ് ചെയ്യാം. അതിനുശേഷം ഇതിനെക്കാട്ടി കട്ടി കൂടി ഏറ്റവും ബെസ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. എന്തായാലും നടക്കും തോന്നുന്നു. സ്റ്റഡി വ്ളോഗ്സ് തരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് എത്തിക്കാം കേസ്, നോക്കാം. അപ്പോൾ പിന്നീട് കെമിസ്ട്രി
അത് പോയി. കെമിസ്ട്രീനെ കുറിച്ച് ഞാൻ നോക്കുന്ന പോലില്ല. ഞാൻ മൊത്തം പഠിച്ചത് ഫിസിക്സ് ആയിരുന്നു അതിൻ്റെ തലേ ദിവസം. ഒരു ഫിസിക്സ് ടഫ് ആവുമെന്ന് വിചാരിച്ച് ഞാൻ ഫിസിക്സ് കുത്തിയിരുന്ന് പഠിച്ച് അവസാനം ഫിസിക്സ് വളരെ എളുപ്പവും കെമിസ്ട്രി ആണെങ്കിൽ ഏതോ പറയാൻ വാക്കില്ല. കാരണം അത്രയ്ക്ക് ടഫ് ക്വസ്റ്റ്യൻസ്, ടഫ് എന്ന് എൻ്റെ ഇതിലാണ് ഞാൻ ടഫ് പറയുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈസി ആയിരിക്കും, എനിക്ക് ടഫായി തോന്നി. കാരണം അത് ഡയറക്റ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു B or B+ ആ ഒരു രീതിയിലായിരിക്കും കെമിസ്ട്രിയിൽ കിട്ടുക. ഫിസിക്സിലാണെങ്കിൽ ഒരു A അല്ലെങ്കിൽ A+ കിട്ടുമായിരിക്കും ഗൈസ്. അപ്പം കെമിസ്ട്രി എന്തായാലും എനിക്ക് നല്ലോണം ക്വസ്റ്റ്യൻസ്. കെമിസ്ട്രിയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത് നന്നായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വേറെ ലെവലായിരിക്കും ഗൈസ്. അതാണ് കെമിസ്ട്രിയുടെ പ്രത്യേകത. പക്ഷേ ഫിസിക്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നുള്ളത് ഭയങ്കര ടഫായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ മതി കേട്ടോ. അപ്പോൾ പിന്നീട് സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഇതിലൊരു കഥയുണ്ട് ഗൈസ്. സോഷ്യൽ സയൻസ് ഞാൻ എല്ലാം ഓർമ്മ ഉണ്ടാവും, എല്ലാം സെറ്റ് വെച്ച് ഞാൻ ടെക്സ്റ്റ് ബുക്ക് തുറക്കാതെയാണ് ഞാൻ സോഷ്യൽ സയൻസ് എക്സാമിന് പോയിട്ടുള്ളത്. ബയോളജിയാണ് ഞാൻ മൊത്തത്തിൽ കുത്തിയിരുന്ന് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് എക്സാമിൽ ഞാൻ അടപടലം പൊട്ടിയെന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ മാപ്പ് മാർക്കിങ്, ഞാൻ മാപ്പ് മാർക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പഠിച്ചത് മാത്രം എനിക്ക് മാപ്പ് മാർക്കിങ്ങിൽ ഏകദേശം 4 മാർക്സ് ആണെന്ന് തോന്നുന്നു. അതിലൊരു 4 മാർക്സ് കിട്ടുമായിരിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ അടപടലം പോയി. അപ്പോൾ എന്തായാലും A+ ഉണ്ടാവില്ല, അത് ഷുവറാണ്. Aയും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു B+A ആ ഒരു രീതിയിലായിരിക്കും സോഷ്യലിൽ കിട്ടാൻ മാർക്ക്. അപ്പോൾ എന്തായാലും സോഷ്യൽ എനിക്കിനി പബ്ലിക് എക്സാമിന് വേണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പഠിക്കേണ്ടതായിട്ട്. പക്ഷേ ഈ ഒരു മോഡൽ എക്സാമിൻ്റെ മാർക്സ് ആയിരിക്കില്ല കേട്ടോ നമുക്ക് പബ്ലിക്കിൽ കിട്ടുക. എന്തായാലും ഈ ഒരു മോഡലായിരിക്കും. പക്ഷെ നമ്മൾ എത്രത്തോളം ഇതിനു വേണ്ടി എഫേർട്ട് ഇടുന്നു, നമ്മൾ എത്രത്തോളം ഇനി ഈ ഒരു എഫേർട്ടിന് വേണ്ടി എത്രത്തോളം നമ്മൾ ഇനി വേണ്ടി പഠിക്കുന്നു, അടുത്ത പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കുന്നു. ഈ ഒരു 10 ദിവസം അല്ലെങ്കിൽ 9 ദിവസമായിട്ട് ലീവുള്ളത് നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു, അത്രത്തോളം നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പം എന്തായാലും ഒരു സ്റ്റഡി ടൈം ടേബിളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ബയോളജി എനിക്ക് എളുപ്പമായിരുന്നു ഗൈസ്. കാരണം ചില ആൾക്കാരൊക്കെ ടഫാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ കുത്തിയിരുന്ന് പഠിച്ചത് ബയോളജിയാണ് ഗൈസ്, സോഷ്യലും ബയോളജി എക്സാമിൻ്റെ ദിവസം. അതുകൊണ്ട് തന്നെ എനിക്ക് ബയോളജി അത്യാവശ്യം തിരക്കില്ലാതെ എഴുതാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഒരു A or A+ ആ ഒരു രീതിയിൽ എനിക്ക് ബയോളജിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നീടാണെങ്കിൽ മാത്സ്, അത് ഇന്ന് നടന്നതായിരുന്നു. ഇപ്പം ഞാൻ സമയം നോക്കിയില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ നടക്കുമ്പോൾ ഇന്നായിരുന്നു നമ്മുടെ മാത്സ് എക്സാം കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും മാത്സ് അത്യാവശ്യം നല്ല വാങ്ങി എഴുതിയിട്ടുണ്ട്. ഒരു A+ കിട്ടേണ്ട രീതിക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ എഴുതിയതിൽ പെട്ടെന്ന് എഴുതുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റിയതായിരുന്നു. പിന്നീട് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് എനിക്ക് മാത്സിൽ കുറച്ച് പ്രോബ്ലം വന്നു. ഇനി മാത്സിലും ഫിസിക്സിലും ആണെങ്കിൽ എനിക്ക് മാക്സിമം നമ്പർ ഓഫ് PYQ സോൾവ് ചെയ്യണമെന്നുണ്ട്. പിന്നീട് കെമിസ്ട്രിയിലാണെങ്കിലും. അപ്പം എനിക്ക് ഇതുമൊക്കെ വെച്ച് ഈ ഒരു മോഡൽ എക്സാമും ഞാൻ മുമ്പ് പഠിച്ച രീതിയും എൻ്റെ പ്ലാനും ഒക്കെ വെച്ച് അസസ് ചെയ്യുമ്പം എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫുൾ പ്ലാനിൻ്റെ നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ മലയാളം 1 ആയിരുന്നു ഞാൻ ഫുള്ള് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മലയാളം 1 ഞാൻ തലേ ദിവസം മാർക്ക് ചെയ്തിട്ടാണ്, ഇത് ഞാൻ മാർക്ക് ചെയ്തതല്ല. മാത്സ് എനിക്ക് എല്ലാ ചാപ്റ്റേഴ്സും റിവിഷൻ കംപ്ലീറ്റ് ആയതാണ് അസ്ത്രയിൽ, അതിനാണ് ഞാൻ ടിക്ക് ഇട്ടത്. പക്ഷേ എനിക്ക് ഈ ഒരു എക്സാം ഈസിയുമായി. പിന്നീട് കെമിസ്ട്രി എനിക്ക് ടഫായി പോയി ഗൈസ്, കാരണം ഞാൻ പഠിച്ചില്ല. പിന്നീട് ഫിസിക്സ് എനിക്ക് ഈസിയായി, അതും നമ്മൾ കംപ്ലീറ്റ് ആയിരുന്നു. പിന്നീട് ബയോളജി നമുക്ക് 8th ചാപ്റ്റർ ഒഴികെ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയതായിരുന്നു. അതുകൊണ്ട് തന്നെ ബയോളജി എളുപ്പമായി. ബാക്കിയൊന്നും നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നില്ല. ബാക്കിയൊക്കെ ഞാൻ ജിയോഗ്രഫി ഹിസ്റ്ററി ഒന്നും ഞാൻ തൊട്ട് നോക്കിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റൊക്കെ ടഫായി. അതുകൊണ്ട് നമ്മളെ പ്ലാൻ അനുസരിച്ച് പോയതുകൊണ്ട് തന്നെ പ്ലാൻ അനുസരിച്ച് പോയ ആൾക്കാർക്ക് ഈ ഒരു എക്സാം ഈസി ആവാൻ വഴിയുണ്ട് ഗൈസ്. കാരണം എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു പ്ലാൻ അങ്ങനെയാണ്. അപ്പോൾ ഇനി എന്തായാലും ഒരു അടിപൊളി 100% പക്ക പൊളി പ്ലാനായിട്ട് നമ്മൾ വരുന്നുണ്ട്. എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യാൻ വഴിയില്ല ഗൈസ്, കാരണം നാളെ നമ്മുടെ സെൻഡ് ഓഫ് ആണ്. അതിൻ്റെ വീഡിയോ കിട്ടാൻ വഴിയില്ല ഗൈസ്, കാരണം നമുക്ക് സ്കൂളിലേക്ക് ഫോൺ അലൗഡ് അല്ല. സെൻഡ് ഓഫിൻ്റെ ഡേയും സ്കൂളിലേക്ക് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ടായില്ല. അപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോ, നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. പോസ്റ്റ് ആയിട്ടിടാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാണ് നമ്മൾ 3K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വലിയൊരു സംഭവമാണ് ഗൈസ്. കാരണം ഞാൻ ഇതെൻ്റെ 3ാമത്തെ 4ാമത്തെ ചാനലാണ് ഗൈസ്. കാരണം
ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം കൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് 2K സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 3K സബ്സ്ക്രൈബേഴ്സ് ഒന്നുമല്ല, പക്ഷെ എനിക്കത് ഭയങ്കരമാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ അഭിനവ്.